ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ട്രാൻസ്ഫോമർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും വളരെ കൂടിയ വോൾട്ടേജ് സ്പൈക്ക് വരും. അല്ലെങ്കിൽ ഏതെങ്കിലും വെൽഡിംഗ് വർക്ക്ഷോപ്പുകളൊക്കെ അടുത്തുണ്ടെങ്കിൽ വോൾട്ടേജ് സ്പൈക്ക് വളരെ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ CCTV സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ IP ക്യാമറ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു UPS നിർബന്ധമാണോ, അതായത് അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ UPS ആവശ്യമാണോ, അല്ലെങ്കിൽ ഇനി ഇൻവേർട്ടർ നമുക്ക് മതിയോ, ഇതിലേതാണ് മികച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. UPS ആണെങ്കിലും ഇൻവെർട്ടർ ആണെങ്കിലും ബേസിക് ആയിട്ടുള്ള ആവശ്യം നിങ്ങൾക്ക് അറിയാം. അതിനകത്ത് നമുക്കൊരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററിയിൽ നിന്ന് നമ്മൾ കറണ്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ആ ബാറ്ററിയിൽ നമുക്ക് പവർ കിട്ടും, അല്ലേ? ഇപ്പോൾ ഇൻവെർട്ടർ ആണെന്നുണ്ടെങ്കിൽ വളരെ കൂടിയ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത്. കാരണം നമുക്ക് കറണ്ട് പോയി കഴിയുമ്പോഴത്തേക്കും ലൈറ്റ് കത്തണം, അതുപോലെ തന്നെ ഫാൻ കറങ്ങണം, ഇനി അല്ലെങ്കിൽ TV വർക്ക് ചെയ്യിപ്പിക്കണം, അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെർട്ടർ എന്നുള്ള ആ ഒരു പവർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ UPS നമ്മളെല്ലാവരും കണ്ടേക്കുന്നത് വളരെ ചെറിയ ടൈപ്പ് UPSകളാണ്. ഇൻവെർട്ടറിനെ അപേക്ഷിച്ച് UPSന് വളരെ ചെറിയ സൈസ് ആണെങ്കിലും വില കമ്പാരിറ്റീവ്ലി കൂടുതലാണ്, അല്ലേ? അപ്പോൾ നമ്മളൊരു 600 VA എന്ന് പറഞ്ഞൊരു UPS 600 VA, അതായത് 600 വോൾട്ട് ആംപിയർ വരുന്ന ഒരു കമ്പ്യൂട്ടർ UPS നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ക്യാമറ സിസ്റ്റത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. ഏതാണ്ട് ഒരു 3000 രൂപയിൽ താഴെയാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന മെച്ചം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 4 ക്യാമറയും POE സ്വിച്ചും അതുപോലെ തന്നെ NVR എല്ലാം കൂടി നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 40 മിനിറ്റ്, നിങ്ങൾ നല്ലൊരു ബ്രാൻഡ് UPS ആണ് എടുത്തെങ്കിൽ ഏതാണ്ട് ഒരു 40 മിനിറ്റ് വരെ ബാക്കപ്പ് അതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആകുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല, അല്ലേ? കാരണം ഏത് കള്ളനാണെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് ചിലപ്പോൾ വരുന്നത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ കറണ്ട് പോകുന്ന സമയത്തൊക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് UPS എന്തായാലും ആവശ്യമാണ്. അത് മാത്രമല്ല, നമ്മൾ വെച്ചിരിക്കുന്ന NVR DVR സാധനങ്ങളുടെയൊക്കെ ലൈഫ് ഒന്നും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാം, UPS നമുക്ക് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഹാർഡ് ഡിസ്ക്. കാരണം നിങ്ങൾക്കറിയാം, ഒരു മിനിറ്റിൽ 7200 പ്രാവശ്യമാണ് ഹാർഡ് ഡിസ്കിന്റെ പ്ലേറ്റർ എന്നുള്ളൊരു സാധനം റൊട്ടേറ്റ് ചെയ്യുന്നത്. അതൊരു മാഗ്നറ്റിക് ഡിസ്ക്കാണ് ഈ ഹാർഡ് ഡിസ്കിന്റെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ അത് വളരെ വേഗത്തിൽ നമ്മുടെ ആ ഒരു ഫിംഗർ പ്രിന്റിന്റെ ഗ്യാപ്പിലാണ് അത് ഹെഡും അത് ആ ഒരു പ്ലേറ്ററും തമ്മിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സ്പീഡിൽ കറങ്ങുന്ന ഒരു വസ്തു വളരെ പെട്ടെന്ന് കറണ്ട് പോകുമ്പോൾ നിന്ന് കഴിഞ്ഞാൽ ഈ ഹെഡ് എന്ത് ചെയ്യും, ഈ പ്ലേറ്ററിൽ വന്ന് ഉരഞ്ഞിട്ട് അവിടെ ബാഡ് സെക്ടേഴ്സ് ഫോം ചെയ്യും. ഒരുപാട് ബാഡ് സെക്ടർ ആയി കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ നമ്മുടെ CCTVയുടെ ഹാർഡ് ഡിസ്ക് നമ്മൾ കളയേണ്ടി വരും. കാരണം ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞ ഒരു സംഗതി ഒരിക്കലും സർവീസബിൾ അല്ല. അതുകൊണ്ടാണ് ഞാൻ കളയേണ്ടി വരും എന്ന് പറഞ്ഞത്. വാറണ്ടി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കളഞ്ഞിട്ട് പുതിയത് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് UPS എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന നമ്മുടെ കമ്പോണൻസിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും, ഇനിയിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വോൾട്ടേജ് കൂടുക കുറയുക അങ്ങനെയുള്ള വോൾട്ടേജ് സ്പൈക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UPS എന്ത് ചെയ്യും, ഒരു പരിധി വരെ അതിൻ്റെ ഉള്ളിലുള്ള കമ്പോണൻസ്, അതിൻ്റെ ഉള്ളിലുള്ള ഇൻവേർട്ടർ കമ്പോണൻസ് നമുക്ക് എന്ത് ചെയ്യും, പ്രൊട്ടക്ഷൻ തരും. നമ്മുടെ ഈ പറയുന്ന കമ്പോണൻസുകൾക്ക് നമ്മുടെ വെച്ചിരിക്കുന്ന POE സ്വിച്ച് ആണെങ്കിലും NVR ആണെങ്കിലും ക്യാമറ ആണെങ്കിലും അതിനെല്ലാം നല്ലൊരു പ്രൊട്ടക്ഷൻ തരാനും അതുപോലെ തന്നെ കറണ്ട് പോകുന്ന സമയത്ത് ബാക്കപ്പ് തരാനും വേണ്ടിയിട്ട് നമുക്ക് ഈ UPS യൂസ് ചെയ്യാവുന്നതാണ്. UPSകൾ പല ടൈപ്പ് വരുന്നുണ്ട്. നമ്മൾ കടയിൽ ചെന്നിട്ട് ഒരു UPS വേണമെന്ന് മാത്രമേ പറയാറുള്ളൂ. അതിന്റെ സ്പെസിഫിക്കേഷൻസ് നമ്മളാരും ചോദിക്കാറില്ല, അല്ലേ? ഇപ്പം ഞാനിപ്പോൾ പ്രശസ്തമായിട്ടുള്ള ഒരു കമ്പനിയാണല്ലോ നമ്മുടെ V-Guard എന്ന് പറഞ്ഞ കമ്പനി. അപ്പോൾ V-Guardന്റെ ഒരു 2-3 UPS വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് V-Guardന്റെ UPSൽ സ്ലെൻഡർ പ്ലസ് 600 എന്നുള്ള UPS ഉണ്ട്. ഈ ഒരു UPS നമുക്ക് ഒരിക്കലും ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു UPS അല്ല. വെച്ചിട്ട് ക്യാമറ സിസ്റ്റം ഒന്നും അടിച്ചു പോകുന്നല്ല ഞാൻ പറഞ്ഞത്. ഈ UPS പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ബാക്കപ്പിന് വേണ്ടിയിട്ടാണ്. അതായത് കറണ്ട് പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് വർക്ക് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വളരെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സെസ്റ്റോ 600 എന്നുള്ള V-Guardന്റെ തന്നെ 600 VAയുടെ UPS ഒരെണ്ണം അവൈലബിൾ ആണ്. അത് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കുന്ന ടൈപ്പ് ഒരു UPS ആണ്. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ട്രാൻസ്ഫോമർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും വളരെ കൂടിയ വോൾട്ടേജ് സ്പൈക്ക് വരും. അല്ലെങ്കിൽ ഏതെങ്കിലും വെൽഡിംഗ് വർക്ക്ഷോപ്പുകളൊക്കെ അടുത്തുണ്ടെങ്കിൽ വോൾട്ടേജ് സ്പൈക്ക് വളരെ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ സെസ്റ്റോ DX600 എന്ന് പറഞ്ഞ ഈ ഒരു UPS നിങ്ങൾക്ക് ബെസ്റ്റ് ആയിരിക്കും. കാരണം ഇത് വോൾട്ടേജ് സ്പൈക്കിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു UPSന്റെ ഉള്ളിൽ വരുന്നുണ്ട്. നമ്മുടെ UPSന്റെ ഒക്കെ ഉള്ളിലായിട്ട് സാധാരണ കണ്ടുവരുന്ന ഇൻവെർട്ടർ ബോർഡിലുള്ള കമ്പോണൻസ് ആയിട്ടുള്ള പവർ ട്രാൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ IGBT എന്ന് പറഞ്ഞ കമ്പോണൻസ് ഒക്കെയാണ്
യു പി എസിന്റെ ഈ ഒരു ഫ്ലക്ച്വേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല യു പി എസ് ആണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കമ്പോണൻസ് ഒക്കെ വളരെ നല്ലതായിരിക്കും. നമ്മൾ വളരെ വില കുറഞ്ഞ സാധനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ IGBT ആണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ വായിച്ചറിഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ. എന്തായാലും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. എന്തായാലും ഇതുപോലുള്ള നല്ല കമ്പോണൻസ് ആയിരിക്കും നല്ല യു പി എസിന്റെ ഉള്ളിൽ ഉണ്ടാവുക. കാരണം നല്ല സാധനം എന്തായാലും നമ്മൾ കുറച്ച് പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നല്ലൊരു യു പി എസ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഇതുപോലെയുള്ള ഫ്ലക്ച്വേഷൻസിനെ ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 600 V യു പി എസ് മാത്രമല്ല, വി ഗാർഡിന് വേറൊരു യു പി എസും വരുന്നുണ്ട്, 1000 VA യു പി എസും വരുന്നുണ്ട്. അത് കുറച്ചും കൂടെ കൂടുതൽ ബാക്കപ്പ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെച്ചം. പക്ഷെ അതിന് ഏതാണ്ട് 6000 രൂപ റേഞ്ചൊക്കെ പോകുന്നുണ്ട്. നമ്മളിപ്പോൾ സാധാരണ കുറച്ച് ക്യാമറകളൊക്കെ വെച്ചിട്ടുള്ളൂ, പെട്ടെന്ന് ഒരു കറണ്ട് പോകുന്നുണ്ട്, പക്ഷെ ഒരുപാട് നേരത്തേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലുള്ള ഏതെങ്കിലും ഒരു സാധാരണ യു പി എസ് വാങ്ങിച്ചു വെച്ചാൽ മതി. പക്ഷെ ഒരുപാട് സമയത്തേക്ക് മണിക്കൂറുകളോളം കറണ്ട് പോകുന്ന സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യു പി എസ് ഒരിക്കലും അതിന് സ്യൂട്ടബിൾ ആയിരിക്കില്ല. ഇൻവേർട്ടർ ആയിരിക്കും നിങ്ങളുടെ വീട്ടിൽ അപ്പോൾ ക്യാമറ സിസ്റ്റത്തിൽ നല്ലത്. പിന്നെ നിങ്ങൾക്കറിയാം ബാറ്ററി ഇടുന്ന ഒരു സാധനം ആയതുകൊണ്ട് യു പി എസിന്റെ ഉള്ളിൽ ബാറ്ററി ആണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന ആ ഒരു യു പി എസിന് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും അത്രത്തോളം ബാക്കപ്പ് കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ബാറ്ററി മാറ്റുന്നതിന് പകരം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു യു പി എസ് മാറ്റുന്നതായിരിക്കും. കാരണം ഇപ്പോൾ ഒരു 3000-3200 രൂപയുടെ യു പി എസിന് 1500 രൂപയിൽ താഴെ അല്ലെങ്കിൽ 1350 രൂപ ആ റേഞ്ച് എങ്ങാണ്ട് വരുന്നുണ്ട് ഒരു ബാറ്ററിക്ക്. അപ്പോൾ ബാറ്ററി നമ്മൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിന് പ്രത്യേകിച്ച് വാറണ്ടിയും ഗ്യാരണ്ടിയൊന്നും വരുന്നില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ ചില ബാറ്ററികൾ എടുക്കുമ്പോൾ 3 മാസം വരെ വാറണ്ടി തരുന്നുണ്ടെങ്കിലും ഒരു യു പി എസ് പൂർണ്ണമായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിന് 2 ഇയർ പ്രോഡക്റ്റ് വാറണ്ടി ബോർഡിന് വരുന്നുണ്ട്, 1 ഇയർ വാറണ്ടി ബാറ്ററിക്കും വരുന്നുണ്ട്. അപ്പോൾ അത് എപ്പോഴും നമുക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം നമ്മൾ വെക്കുന്നത് ക്യാമറ ആയതുകൊണ്ട് ഫ്ലക്ച്വേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ക്യാമറയെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ യു പി എസ് എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ യു പി എസ് മാറ്റിയിട്ട് ഒരു 2 കൊല്ലം കഴിയുമ്പോൾ യു പി എസ് മാറ്റിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നുന്നത് ബാറ്ററിയാണ്, വെറുതെ ഒരുപാട് ഫ്ലക്ച്വേഷൻസോ കാര്യങ്ങളൊന്നും വരാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു യു പി എസിന്റെ ബാറ്ററി മാത്രം മാറ്റിയിട്ട് ഇട്ടാൽ മതിയാവും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, യു പി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് മാത്രമല്ല, അത് നമുക്ക് ഇതേപോലെ ഔട്ട്പുട്ട് വോൾട്ടേജ് സ്റ്റഡി ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം കൂടെയാണ്. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ നമ്മൾ വെക്കുന്ന ക്യാമറ സിസ്റ്റവും അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറോ എന്തൊക്കെ ഉപകരണങ്ങളാണോ നിങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്നത് അതൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ യു പി എസുകളെ പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യു പി എസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. താഴെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ IP ക്യാമറയുടെ അഡ്വാൻസ്ഡ് ലെവൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ നെക്സ സിസ്റ്റം എന്നുള്ള നമ്മുടെ ഈ ഒരു ചാനൽ വഴി തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരു മാസത്തേക്ക് അതിന് വരുന്ന കോസ്റ്റ് വെറും 159 രൂപ മാത്രമാണ്. IP ക്യാമറയുടെ അഡ്വാൻസ്ഡ് ലെവൽ കോൺഫിഗറേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനും ഒക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു ദിവസം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.